ഇതുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. MC റോഡിൽ, മെയിൻ സെൻട്രൽ റോഡിൽ എറണാകുളത്തു നിന്ന് അല്ലെങ്കിൽ കോട്ടയത്തു നിന്ന് ട്രിവാൻഡ്രം പോകുമ്പോൾ തിരുവല്ലായ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് കല്ലിശ്ശേരി എന്ന് പറഞ്ഞൊരു ചെറിയ ടൗണുണ്ട്. അവിടുന്ന് 5 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ സ്ഥലമുള്ളത്. ഭൂതക്കുഴിപ്പാറ എന്നൊരു പേരുണ്ട് ഇതിന്. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ചരിത്രങ്ങളും കാര്യങ്ങളും ഒരുപാട് കഥകളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ നല്ലൊരു ലൊക്കേഷൻ എന്നുള്ളത് കൊണ്ടാണ് കാണിക്കുന്നത്. ഭയങ്കര കഠിനമായ പാതയിലൂടെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് ഇറങ്ങി ആരോട് നോക്കാൻ നേരെ കടന്നു കേട്ടോ. superficial self, there is another self, more really us than I. And if you become aware of that unknown self, the more you realize that it is inseparably connected with everything else that there is.
ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഭൂതക്കുഴി പാറയിലേക്കാണ്. ഇതിൻ്റെ ഒത്തിരി പേര് പല പല കഥകൾ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഹോണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 10 രീതിയിൽ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ, ഒരു സഞ്ചാരിയെ സംബന്ധിച്ചോളം കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ശരിക്കും ഒരു എക്സോട്ടിക് ഡെസ്റ്റിനേഷനാണ്. അപ്പം അതിൻ്റെ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കിതിൻ്റെ കാഴ്ചയും ഭംഗിയും മാത്രം കാണാം. ഞാൻ പറഞ്ഞില്ലേ, അപ്പം പലരോട് ചോദിച്ചു, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ വഴി കണ്ടവരും അവിടെ വീട്ടിൽ ഒരു 1-2 വീട്ടിലൊക്കെ കയറി സംസാരിച്ചപ്പം ഓരോരുത്തർ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ആരും പറഞ്ഞതുമായിട്ട് ഒരു ലിങ്ക് തോന്നാത്തതുകൊണ്ട് അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോകണ്ട. ഇതിൻ്റെ ഭംഗി, ബ്യൂട്ടി കാണാം. ഹായ് ഗായ്സ്, വെൽക്കം ടു യാത്രാജി. ഇതൊരു എക്സോട്ടിക് ഡെസ്റ്റിനേഷനാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് കാണിച്ചു തരാം. ഒരു എക്സ്ട്രീം ലൊക്കേഷൻ തന്നെയാണ്. ഇതിൻ്റെ ലൊക്കേഷനും ഇതിൻ്റെ കാര്യങ്ങളും നമുക്ക് പറയാം. അതിന് മുമ്പ് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഇതുണ്ടോ, ഒരു സൈഡിൽ വലിയൊരു കുളം, ഒരു പാറമട, ഒരു വലിയ കുളം, 42 അടി താഴ്ചയുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ മറ്റൊരു കുളം. ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു പാറയുണ്ട്. ഇതെത്ര ഹൈറ്റിലാണെന്നുള്ളത് ഇതിൻ്റെ താഴെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. അപ്പോൾ താഴെ പോയിട്ട്, ഇവിടെ ഒരു ഇൻട്രോ പറയാൻ വേണ്ടി കയറിയതാണ്, താഴെ പോയിട്ട് ബാക്കി കാണിക്കാം. കണ്ടോ എത്ര ടൈനി ആയതിൻ്റെ മേൽവശം ഒന്നും ഉണ്ടോ? പള്ളി വേണമെങ്കിൽ സുന്ദി എത്ര നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്തത്. ഭയങ്കര ഹൈറ്റിലുള്ള പാറയാണ്. ഇതാണ് ഇതിൻ്റെ ബോത്ത് സൈഡ്സ്. താഴേന്ന് ഉള്ള വ്യൂ കാണിക്കാം. താഴേന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു വഴിയാണ്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ഒത്തിരി വെള്ളമായതുകൊണ്ട് അത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. MC റോഡിൽ, മെയിൻ സെൻട്രൽ റോഡിൽ എറണാകുളത്തു നിന്ന് അല്ലെങ്കിൽ കോട്ടയത്തു നിന്ന് ട്രിവാൻഡ്രം പോകുമ്പോൾ തിരുവല്ലായ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് കല്ലിശ്ശേരി എന്ന് പറയുന്നൊരു ചെറിയ ടൗണുണ്ട്. അവിടുന്ന് 5 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ സ്ഥലമുള്ളത്. ഭൂതക്കുഴി പാറ എന്നൊരു പേരുണ്ട് ഇതിന്. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ചരിത്രങ്ങളും കാര്യങ്ങളും ഒരുപാട് കഥകളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പം നല്ലൊരു ലൊക്കേഷൻ എന്നുള്ളത് കൊണ്ടാണ് കാണിക്കുന്നത്. കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇത് ഓതറിലുള്ള സ്ഥലമാണ്. ഇതിൻ്റെ പേര് ഭൂതക്കുഴി. നമ്മുടെ ഈ ഏരിയയ്ക്ക് മൊത്തം പറയുന്ന ഭൂതക്കുഴി എന്നാണ്. പ്രത്യേകിച്ച് ഇത് ഭൂതക്കുഴി പാറമട എന്ന് പറയും. ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂതക്കുഴി എന്നുള്ള പേര് വന്നത് ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ഒരു ഭദ്രകാളി ക്ഷേത്രം, ദുർഗ ഭദ്ര. അവിടുത്തെ അമ്പലത്തിലെ ദേവി, ഇവിടെ വേറൊരു അമ്പലമുണ്ട്, അവിടത്തേക്ക് വരത്തുപോക്ക് ഉണ്ടായിരുന്ന. അപ്പോൾ പണ്ട് ചിലമ്പ് കെട്ടി ഭയങ്കര സൗണ്ടോടുകൂടി പോകുന്ന, അപ്പോൾ അങ്ങനെ ആൾക്കാർ ആ സമയത്ത് പേടിച്ച് അവിടെ ഇട്ടൊരു പേരാണ് ഈ ഭൂതക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലം വന്നത്. അങ്ങനെയാണ് ഭൂതക്കുഴി ഉള്ളൊരു സ്ഥലം. ഈ സ്ഥലത്തിന് മൊത്തമായിട്ടുള്ള പേരാണ് ഭൂതക്കുഴി. ഇത് ഭൂതക്കുഴി പാറമട. ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, വെളിയിൽ നിന്ന് ഒരാൾക്ക് അറിയത്തില്ല. കാരണം ഇതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട്.
ഇതുവരെ ടൂറിസ്റ്റുകളൊന്നും വെളിയിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഇതിപ്പം ഈ വീഡിയോ റിലീസാവുന്നതോടുകൂടി ടൂറിസ്റ്റുകളോട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഇതൊരു അഡ്വഞ്ചറസ് പ്ലേസും കൂടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ 2 അടിപ്പാതയിൽ കൂടെ നമുക്ക് മേള് വരെയും പോകാം. പക്ഷേ പേടിക്കാൻ പാടില്ല. 2 സൈഡിലും ഒരുപോലെ കയമാണ്, കൊക്കയാണ്. ഇതുവഴി ഇവിടുത്തെ ജനങ്ങൾ സാധാരണ ഇവിടുന്ന് പശുക്കൾക്ക് വേണ്ടിയിട്ട് പുല്ല് വെട്ടി ഈ വഴി കൂടാണ് കയറിപ്പോകുന്നത് സ്ഥിരം. അവർക്കൊരു പ്രശ്നമല്ല ഇത്. യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് എന്താ പറയുക, നമ്മൾ ഇത് അറിയപ്പെടാത്തൊരു സ്ഥലമാണ്. ഇതിനെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ അത്ര വലിയ പ്ലേസ് ഒന്നും അല്ലെങ്കിലും നമ്മൾ കാണാൻ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണിത്. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ്, നമ്മളെ ട്രക്കിംഗ്, ചെറിയൊരു രീതിയിലുള്ള ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണിത്. നമ്മുടെ ചാനൽ യാത്രാജിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. പിന്നെ വിഷ്ണു, അതെ, ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.